എന്തുവാടാ ഇത്? നീ എങ്ങോട്ടായി ചാടി കയറുന്നത്? പോയോ? എന്തുവാ? നമ്മുടെ വിന്നേഴ്സ് ക്ലബിന്റെ കെട്ടുകാഴ്ച ഒളിഞ്ഞിന്ന് കാണുമായിരുന്നു. കണ്ടിട്ട് കൊതിയാവുന്നില്ലേ? നമുക്കൊണ്ടൊരു ക്ലബ്ബ്. എന്നെങ്കിലും നമ്മുടെ ക്ലബിന്റെ നല്ലൊരു പരിപാടി കാണാൻ പറ്റൂ. നമ്മുടെ ഏത് പരിപാടിയാ ഹിറ്റ് അല്ലാത്തത്? എല്ലാ പരിപാടിയും ഹിറ്റ് അല്ലയോ? അത് ശരി. അപ്പം ബിരിയാണി ചലഞ്ചോ? കാണാതായ ബിരിയാണി ചെമ്പിന്റെ പൈസ വരെ ഞാനാ കൊടുത്തത്. പക്ഷെ അത് ഒരു ചെമ്പിന്റെ കാര്യം മാത്രം പറയരുത്. പാചകം കഴിഞ്ഞ് കുളത്തിന്റെ സൈഡിൽ പോയിരുന്ന് കഴിയുമ്പോ ചെമ്പ് മുക്കിയെന്നുള്ള സത്യമാണ്. അതാ പറഞ്ഞേ, നീയൊക്കെ മുക്കിയതല്ല, മുങ്ങി. ഇന്നത്തെ കെട്ടുകാഴ്ചക്ക് നീയൊക്കെ ക്ലബിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരായ മൊത്തം പൈസയും പിടിച്ചിട്ട് എന്ത് പരിപാടിയാണ് നടത്താൻ പോകുന്നത്? 25 അടി ഹൈറ്റുള്ള കാളക്കൂറ്റ് പാൻ ഇന്ത്യൻ ഡാൻസ് റാണി ഡിണ്ടിഗൽ റീത്ത് ആൻഡ് ടീംസിന്റെ ആട്ടം. നീയൊക്കെ പറഞ്ഞ പോലെ പരിപാടി ഇന്നിവിടെ നടന്നില്ലെങ്കിൽ നിന്റെ കെട്ടുകാഴ്ച ഇവിടെ നടത്തുന്നുണ്ട്. എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. റീത്ത ഒരുകൂടെ വരും. വരില്ലേ? വരണമല്ലോ. രാത്രി ചൂട് പിടിക്കും, റീത്ത സ്റ്റേജിൽ വേറെ കത്തിക്കും, ആരടാ ഇതൊക്കെ? ഉള്ളു ബംഗാളീസാ. പണിക്ക് പോയമാരെ ജംഗ്ഷനിന്ന് പൊക്കി. ഇതൊക്കെ ഏത് കഥാപാത്രമാടാ? ബാഹുബലി 2 ഇതൊക്കെ പുരാണത്തിലുണ്ടോ? അമ്മാരോട് കൊണ്ടുവന്ന അമ്മാരല്ലേ? ക്രിസ്മസ് അപ്പൂനൊക്കെ എന്താടാ കെട്ടുകാഴ്ചക്ക്? 2000 ഗുണമാക്കി പിന്നെ എന്താ കിട്ടാനാ? പൈസ എവിടെ? കുമാർ പാലസ്. ഓക്കെ. എടേ, നമ്മുടെ കെട്ടുകാഴ്ചക്ക് എവിടെയാടേ ക്രിസ്മസ് അപ്പം വരുന്നേ? രക്ഷാധികാരി ഒരുമാതിരി വർഗീയവാദി ആവരുത് കേട്ടോ. ശിവാണ് ക്രിസ്മസ് അപ്പം കൂടെ ഒരുമിച്ചിട്ട് സംസാരിക്കും. നോക്ക് വൈബ് നോക്ക്. 25 അടി ഹൈറ്റുള്ള കാള എന്തിനാ? സുഭാഷേ, പിള്ളേർക്ക് കാളെ കാണണമെന്ന് പോയി ഇറക്കി വെച്ചേക്കുന്നു. പോയി കാണ്. 25 അടി ഹൈറ്റുള്ള കാളയാ. മെളീന്ന് താഴോട്ട് നോക്കിയാലേ എന്റെ ഭംഗി കിട്ടത്തുള്ളൂ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോടാ. യേശുവാണോ? ഓടിക്കോ. ക്ലോസ് ആവണ്ടെങ്കിൽ ഓടിക്കോ.